ഹായ് ഹലോ അമ്മൂസ് വ്ലോഗ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കുറേ നാളുകൾക്ക് ശേഷമാണ് ഞാൻ ഇങ്ങനൊരു വീഡിയോ ഇടുന്നത്. ശാരീരികമായിട്ട് കുറച്ച് സുഖമില്ലായിരുന്നു, അപ്പോൾ അതുകൊണ്ടാണ് ഇത്രയും നാളും വീഡിയോ ഒന്നും എടുക്കാതിരുന്നത്. അത് ഞാൻ 1-2 വീഡിയോ ആയിട്ട് ആകെ ഇട്ടിട്ടുള്ളൂ. അതിനുശേഷം പിന്നെ സുഖമില്ലാണ്ടായി, അപ്പോൾ അതുകൊണ്ടാണ് അതൊന്നും ചെയ്യാതിരുന്നത്. അപ്പോൾ പുതിയൊരു വീഡിയോ ഇടുമ്പോൾ തന്നെ ഒരു ചലഞ്ചിങ് വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു. ചലഞ്ചിങ് വീഡിയോ വേറെ ഒന്നുമല്ല, നമ്മുടെ നിലാസ് ലൈഫ് സ്റ്റൈൽ മലയാളം എന്ന് പറഞ്ഞിട്ടൊരു ചാനലിൽ അവരൊരു ഗ്ലൂട്ടാത്തിയോൺ ഓയിലിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അത് ഒരുപാട് പേർക്ക് റിസൾട്ട് കിട്ടിയൊരു ഓയിലാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ആ ഓയിൽ തന്നെ നമുക്കൊന്ന് ഉണ്ടാക്കി അതിൻ്റെ ഉപയോഗവും ഗുണവും കാര്യങ്ങളും എല്ലാം എങ്ങനെയാണെന്നൊന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. എനിക്ക് സുഖമില്ലാണ്ടായതിനു ശേഷം എൻ്റെ സ്കിന്നിനും ഒക്കെ ഭയങ്കര ഡാർക്ക്നെസ്സും പിഗ്മെൻറ്റേഷനും ഭയങ്കര പ്രശ്നമായിരുന്നു. അപ്പം പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇപ്പോഴും ഉണ്ട്, നന്നായിട്ടുണ്ട്. അപ്പോൾ ഈ എണ്ണ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ ഈ സ്കിന്നിൻ്റെ എല്ലാത്തരം പ്രശ്നങ്ങളും ഒരുവിധപ്പെട്ട ഈ ഡാർക്ക്നെസ്സും കാര്യങ്ങളൊക്കെ നല്ലോണം മാറി കിട്ടും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എന്തായാലും നമുക്കതൊന്ന് ഉപയോഗിച്ച് നോക്കുകയും ചെയ്യാം എന്ന് വിചാരിച്ചിട്ടാണ് ഇങ്ങനൊരു വീഡിയോ തന്നെ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് എണ്ണ ഉണ്ടാക്കാൻ തുടങ്ങാം. അതിൻ്റെ ഇൻഗ്രീഡിയൻസും കാര്യങ്ങളൊക്കെ നിങ്ങളെ കാണിച്ചു തരാം. അപ്പോൾ നേരെ വീഡിയോയിലേക്ക് പോകാം. ഈ എണ്ണ കാച്ചാൻ വേണ്ട പ്രധാന ചേരുവകളെന്ന് പറയുന്നത് ബീട്രൂട്ട് വേണം, പിന്നെ ക്യാരറ്റ്, പിന്നെ മഞ്ഞൾ. ഈ മഞ്ഞൾ ഒരു 4-5 കഷ്ണം മഞ്ഞൾ ഞാൻ എടുത്തിട്ടുണ്ട് ഈ 1/2 ലിറ്റർ എണ്ണയ്ക്ക് വേണ്ടിയിട്ട്. പിന്നെ ക്യാരറ്റാണ് എടുത്തിരിക്കുന്നത്. ക്യാരറ്റ് 2 മീഡിയം സൈസ് ക്യാരറ്റാണ് എടുത്തിരിക്കുന്നത്. ബീട്രൂട്ട് ഒരെണ്ണം, വലുതാണെങ്കിൽ 1 മതി, ചെറുതാണെങ്കിൽ 2-3 നിങ്ങൾക്ക് എടുക്കാം, കുഴപ്പമില്ല. ഇതെല്ലാം ഞാൻ വൃത്തിയായിട്ട് കഴുകി തൊലിയെല്ലാം കളഞ്ഞ് അരിഞ്ഞെടുത്തിട്ട് നിങ്ങളെ കൊണ്ട് കാണിച്ചു തരാം. അതിന് ശേഷമാണ് ഇത് അരച്ചെടുത്തിട്ട് എണ്ണയിൽ ചേർത്ത് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. എല്ലാ സാധനങ്ങളും ഞാൻ അരിഞ്ഞെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇതാണിത് സാധനങ്ങളല്ല കേട്ടോ. അപ്പോൾ ഇനി ഇതിനകത്ത് ക്യാരറ്റ് അരിഞ്ഞിട്ടുണ്ട്, പിന്നെ ബീട്രൂട്ട് ഉണ്ട്, മഞ്ഞളുണ്ട്. ഇത്രയും സാധനങ്ങൾ എല്ലാം ഞാൻ കൃത്യമായിട്ട് അരിഞ്ഞു കൊണ്ടുവന്നു. ഇനി ഇതെല്ലാം കൂടി ഒന്ന് മിക്സിയുടെ ജാറിലിട്ട് ജസ്റ്റ് അരച്ചെടുക്കുക, അത്രയും മാത്രമേ ചെയ്യാനുള്ളൂ. അരച്ച് നല്ല പേസ്റ്റാക്കി ഇത് ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. ഇതാണ് ആ പേസ്റ്റ്. ഇതെല്ലാം കൂടെ ഞാൻ ഒരുമിച്ചാണ് കേട്ടോ അരച്ചത്. അവർ ആ വീഡിയോയിൽ കാണിക്കുന്നത് സെപ്പറേറ്റ് ആയിട്ട് ഓരോന്ന് അരച്ചെടുത്തതായിട്ടാണ്. ഞാൻ ഇതെല്ലാം കൂടെ ഒരുമിച്ചിട്ട് അരച്ചു. ഇത് അരച്ച് വെള്ളം ചേർക്കാതെ അരയ്ക്കണം എന്നാണ് പറഞ്ഞത്, പക്ഷേ വെള്ളം ചേർക്കാതെ നമുക്കിത് അരയ്ക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ അത് കാരണം ഒരല്പം വെള്ളം ചേർത്ത് ഇത് നല്ല ഫൈൻ പേസ്റ്റായിട്ട് അരച്ചെടുക്കണം. അതിനുശേഷം ഇത് നമ്മൾ എണ്ണയിലേക്ക് മിക്സ് ചെയ്യുകയാണ്. അടുത്തതായിട്ട് വേണ്ട മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് ഉണങ്ങിയ ഓറഞ്ചിൻ്റെ തൊലിയാണ്. ഈ തൊലി തലേ ദിവസം തന്നെ വെള്ളത്തിലിട്ട് കുതിർത്തി വെച്ചിട്ട് പിറ്റേ ദിവസം രാവിലെ നമ്മൾ ആ വെള്ളത്തോട് കൂടി ചേർത്ത് തന്നെ മിക്സിയുടെ ജാറിലിട്ട് നല്ല കുഴമ്പ് പാകത്തിന് ഇത് അരച്ചെടുക്കണം. പിന്നെ ഇത് ഞാൻ എടുത്തു വെച്ചിട്ട് കുറച്ച് നാളായിട്ടോ, അപ്പോൾ അതുകൊണ്ട് ഇതിനകത്ത് കുറച്ച് പൊടിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് കഴുകിയെടുക്കട്ടെ. എന്തായാലും കഴുകിയെടുത്തിട്ട് നല്ല വെള്ളത്തിലിട്ട് കുതിർത്തി വെക്കട്ടെ കേട്ടോ. ചീനച്ചട്ടി എടുത്ത് നിങ്ങൾ എത്രയാണോ വെളിച്ചെണ്ണ എടുക്കാൻ ഉദ്ദേശിക്കുന്നത് അത്രത്തോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് 1/2 ലിറ്റർ വെളിച്ചെണ്ണയാണ്. അത് ഞാൻ ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. അതിനുശേഷം നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന ആ കൂട്ടുണ്ടല്ലോ, ഇനി നമ്മൾ ഈ എടുത്ത് വെച്ചിരിക്കുന്ന വെളിച്ചെണ്ണയിലേക്ക് ക്യാരറ്റ്, ബീട്രൂട്ട്, മഞ്ഞളിൻ്റെ പേസ്റ്റ് നല്ലവണ്ണം അരച്ചത് ചേർത്ത് വൃത്തിയായിട്ട് അങ്ങോട്ട് ഇളക്കി കൊടുക്കണം. കുറച്ചധികം സമയം നമ്മളിത് ഇളക്കണം. അതിനുശേഷം ഇതെടുത്ത് വയ്ക്കുക. ഒരു രാത്രി മുഴുവനും ഈ കൂട്ട് വെളിച്ചെണ്ണയിൽ കിടക്കട്ടെ. അപ്പോഴാണ് അതിൻ്റെ ഗുണം കൂടുതൽ വെളിച്ചെണ്ണയിലേക്ക് വലിയുക. അപ്പോൾ ഈ വെളിച്ചെണ്ണയിലേക്ക് വലിഞ്ഞതിന് ശേഷം ഈ വെളിച്ചെണ്ണയ്ക്ക് ഒരു തരം കളർ ചേഞ്ചും കാര്യങ്ങളൊക്കെ വരും കേട്ടോ. ഇതാണ് നമ്മൾ തലേദിവസം വെള്ളത്തിലിട്ട് കുതിർത്തി വെച്ച ഓറഞ്ചിൻ്റെ തൊലി. ഇത് നല്ല രീതിയിൽ തന്നെ കുതിർന്ന് വന്നിട്ടുണ്ട്. ഈ വെള്ളത്തോട് കൂടി ചേർത്ത് തന്നെ നമുക്ക് മിക്സിയുടെ ജാറിലിട്ട് അരച്ചെടുക്കാം. ഓറഞ്ചിൻ്റെ തൊലി ഞാൻ അരച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. ഇത് നല്ല കുഴമ്പ് പാകത്തിന് തന്നെ അരഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിത് നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന കൂട്ടുചേർത്ത് വെച്ചിട്ടുണ്ടല്ലോ ആ വെളിച്ചെണ്ണയിലേക്ക് ഈ ഓറഞ്ചിൻ്റെ പേസ്റ്റും കൂടി ചേർത്ത് കൊടുക്കാം. നമ്മൾ ക്യാരറ്റ്, ബീട്രൂട്ട്, മഞ്ഞൾ എല്ലാം അരച്ച് കൂട്ട് ചേർത്ത് വെച്ച എണ്ണയുണ്ടല്ലോ, ആ എണ്ണയിലേക്ക് ഇപ്പോൾ അരച്ചെടുത്ത് ഈ ഓറഞ്ചിൻ്റെ തൊലിയും കൂടെ നന്നായിട്ട് ചേർത്ത് കൊടുക്കുക. അതിന് ശേഷം ഒന്ന് ഇളക്കി കൊടുക്കുക. ആ മിക്സ് ഒന്ന് സെറ്റായി വരണത് വരെ അതൊന്ന് ഇളക്കി കൊടുക്കുക. എന്നിട്ട് ഇളക്കി കൊടുത്തതിന് ശേഷം ഇത് നമുക്ക് നേരിട്ട് തന്നെ വേഗം തന്നെ അടുപ്പിലേക്ക് വയ്ക്കാം. അടുപ്പത്ത് വെച്ച് നമുക്കിതിന് എണ്ണ തയ്യാറാക്കാൻ തുടങ്ങാം. ഇതായി വെളിച്ചെണ്ണ മുറുക്കാനായിട്ട് ഞാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ നമുക്കിത് തീ ഓൺ ചെയ്ത് കൊടുക്കാം. അതിന് ശേഷം നന്നായിട്ട് ഇളക്കി കൊടുക്കുക. തിളച്ച് വരുന്നത് വരെ ഹൈ ഫ്ലെയിമിൽ തന്നെ ഇടുക. അതിന് ശേഷം തിളച്ച് കഴിയുമ്പോൾ മീഡിയത്തിലേക്കോ അല്ലെങ്കിൽ ലോ ഫ്ലെയിമിലേക്കോ ഇടുക. വലിയ ബർണറിലാണ് നമ്മൾ വയ്ക്കുന്നതെങ്കിൽ ലോ ഫ്ലെയിമിൽ തന്നെ ഇട്ടാൽ മതി.
മറ്റേ ചെറിയ ബർണറിലാണെങ്കിൽ മീഡിയത്തിലേക്ക് ഇടാം, കുഴപ്പമില്ല. പക്ഷേ കൈ വിടാതെ ഇളക്കി കൊടുക്കുകയാവും നല്ലത്. കാരണം ചീനച്ചട്ടിയിലേക്ക് ആവുമ്പോൾ ചിലപ്പോൾ അടി പിടിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ അത് കാരണം ഒന്ന് ഇളക്കി കൊടുത്തേക്കുക. പിന്നെ ഇത് ഏകദേശം ഒരു 2.5-3 മണിക്കൂർ സമയം എടുക്കും കേട്ടോ ഇതൊന്ന് പാകമായി വരാനായിട്ട്. പിന്നെ പാകമായോ ഇല്ലയോ എന്ന് നമുക്ക് കൃത്യമായിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ ഈ വെളിച്ചെണ്ണ തിളച്ച് കുറച്ച് സമയം കഴിയുമല്ലോ. അപ്പോൾ നമുക്കിത് കയ്യിലെടുത്ത് പതുക്കെ ആ കൂട്ടുണ്ടല്ലോ അതൊന്ന് പതുക്കെ തിരുമ്മി നോക്കിയിട്ടുണ്ടെങ്കിൽ ഒരു ചെളിപ്പരുവും പാകം ഉണ്ടാവും. ആ പാകമാണെന്നുണ്ടെങ്കിൽ നമുക്ക് വെളിച്ചെണ്ണ ഇതായി കൃത്യമായിട്ട് വെന്തിട്ടുണ്ടെന്നുള്ളത് നമുക്കത് മനസ്സിലാക്കാൻ പറ്റും. ഈ വെളിച്ചെണ്ണ ഇപ്പോൾ തിളച്ച് നല്ല പാകമായിട്ടുണ്ട്. ഞാനിപ്പോൾ കയ്യിലെടുത്ത് പതുക്കെ ആ കൂട്ടൊന്ന് തിരുമ്മി നോക്കിയപ്പോൾ അതിലൊരു ചെളിപ്പരുവം പാകം തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് ഇനിയിപ്പോൾ നമുക്ക് ഒരുപാടിട്ട് തിളപ്പിക്കാൻ നിൽക്കണ്ട. ഗ്യാസ് ഓഫ് ചെയ്യാം. തീ ഓഫ് ചെയ്ത് നല്ലോണം അവിടെ തന്നെ ഇരുന്ന് ആ ചീനച്ചട്ടി തന്നെ ഇരുന്നത് ചൂടാറട്ടെ. ചൂടാറിയതിന് ശേഷം നമുക്കതൊരു മറ്റൊരു പാത്രത്തിലേക്ക് അരിച്ചൊഴിക്കാം. അരിച്ചൊഴിച്ചിട്ട് നമുക്കത് കുപ്പിയിലേക്ക് എണ്ണ ഇപ്പം നല്ലോണം ചൂടാറിയിട്ടുണ്ട്. ഞാൻ ഇനിയിപ്പോൾ അതൊരു പാത്രത്തിലേക്ക് അരിച്ചൊഴിക്കുകയാണ്. പാത്രത്തിൻ്റെ വായ്ഭാഗം ഞാനൊരു തുണി വെച്ചിട്ട് അരിക്കാൻ പാത്രം കെട്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്തേക്ക് ഞാൻ അരിച്ചൊഴിക്കുകയാണ്. അരിച്ചൊഴിച്ചിട്ട് ഇത് നല്ല രീതിക്ക് തന്നെ നല്ലോണം പിഴിഞ്ഞെടുക്കണം. നല്ലോണം പിഴിഞ്ഞെടുത്തിട്ട് ഇത് നമുക്ക് വേറൊരു കുപ്പിയിലേക്ക് പകർത്തിയെടുത്ത് വയ്ക്കാം. ഇതാണ് കേട്ടോ ഓയിൽ. അപ്പോൾ ഏകദേശം 1/2 ലിറ്റർ വെളിച്ചെണ്ണ എടുത്തിട്ട് എനിക്ക് ഇതിനേക്കാളും കുറച്ചുകൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇത് ഞാൻ വേറൊരു പാത്രത്തിലേക്ക് ഒഴിച്ച് വെച്ചേക്കാണ് സ്ഥിരം ഉപയോഗിക്കാൻ വേണ്ടിയിട്ട്, ഇപ്പോഴത്തെ ആവശ്യത്തിന് എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതാണ് ഓയിൽ. ഏകദേശം ഈ ഒരു കളറാണ്, ഒരു ഓറഞ്ച് പോലത്തെ കളർ, മഞ്ഞ ഇതൊക്കെ കൂടി, മഞ്ഞയല്ല ഒരു ഓറഞ്ച് പോലത്തെ കളറാണ് ഇതിന്. അത് കയ്യിൽ എടുത്ത് ഞാൻ കാണിച്ചു തരാം. ഞാനത് ഇതാ കാണാൻ പറ്റുന്നുണ്ടോയെന്ന് അറിയില്ല. അത് ഉണ്ടോ? അതെ, എനിക്ക് കണ്ട അത്യാവശ്യം നല്ല രീതിയിലുള്ളൊരു പിഗ്മെൻറ്റേഷനും കാര്യങ്ങളൊക്കെ ഏകദേശം വരുന്നുണ്ട്. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ വരുന്നുണ്ട്, കുഴപ്പമൊന്നുമില്ല. ഉണ്ടാക്കിയിട്ട് നല്ല മണമുണ്ട് കേട്ടോ, നല്ലൊരു സ്മെല്ലാണ്. ഓറഞ്ചിൻ്റെയൊക്കെ ഒരു നല്ല സ്മെല്ല് വരുന്നുണ്ട്, ഓറഞ്ചിൻ്റെ നല്ലൊരു മണമാണ് ഇതിന്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഉണ്ടാക്കി നോക്കണം. അതിന് ശേഷം എൻ്റെ റിസൾട്ട് ഞാൻ നിങ്ങളെ നേരിട്ട് കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ വീണ്ടും അടുത്ത വീഡിയോയിലൂടെ കാണാം. അതുവരേക്കും ബൈ ബൈ.